ഇംഗ്ലണ്ടിന്റെ പിഴവാണോ അർജന്റീനയുടെ മികവാണോ ഇന്നലെ ഈ ജയത്തിന് കാരണമായത്? ഇതിൽ രണ്ടും സമന്വയിച്ചാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. കാരണം ഇംഗ്ലണ്ടിൻ്റെ പിഴവുണ്ട്, നേരത്തെ ഹരി പറഞ്ഞതുപോലെ തുഷേലിൻ്റെ ഒരു പിഴവുണ്ട്. കാരണം ഒരു ഗോൾ വീണതിന് ശേഷം അവർ ഈ ലോ ബ്ലോക്ക് കളിക്കാനുണ്ടായ ഒരു തീരുമാനം അത് തെറ്റായിരുന്നു എന്ന് മത്സരഫലം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ മറിച്ചായിരുന്നെങ്കിൽ, നേരത്തെ ഹരി അത് സൂചിപ്പിക്കും, മറിച്ചായിരുന്നെങ്കിൽ അത് തുഷേലി നമ്മൾ വാഴ്ത്തുമായിരുന്നു. കാരണം ഈ മത്സരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ പിന്നെ രണ്ട് ടീമുകളും തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആക്രമിച്ച് കളിക്കുന്നു. ആ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു ഏകപക്ഷീയ പോരാട്ടമൊന്നും ആയിരുന്നില്ല. കാരണം കളിയല്ല, അക്രമമായിരുന്നു കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് രണ്ട് ടീമും ഒരുമിച്ച് പിന്നെ ഒരു എന്താ പറയുക മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഡിഫൻസിലേക്ക് പിന്നീട് നീങ്ങിയപ്പോഴാണ് അർജൻറ്റീനയുടെ അടുത്ത് കളി വന്നിട്ടുള്ളത്. പക്ഷേ ഡിഫൻസിലേക്ക് നീങ്ങാനുള്ള തുഷേലിൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആ ഡിഫൻസിലുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം. കാരണം ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു, അർജന്റീനയെ പോലുള്ള ഒരു ടീമിനെ ഇനി 90 മിനിറ്റ് പിടിച്ചിടാം എന്ന് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇംഗ്ലണ്ട് ആദ്യ ഗോൾ നേടിയല്ലോ, അതിനുശേഷം തുടരെ ക്രോസുകൾ ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. മെക്കാലിസ്റ്ററിന്റെ ഹെഡർ പോസ്റ്റിൽ ഇടിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. പിക്ഫോർഡിന്റെ ഒരു ഗംഭീര 2 സേവുകൾ കണ്ടു. പക്ഷേ ഇതൊക്കെ ഒരു സൂചനയാണ്, ഗോൾ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കളി കാണുമ്പോൾ പോലും ഞാൻ പറഞ്ഞു ഉടൻ തന്നെ ഗോൾ കയറും. കാരണം അത്രയ്ക്ക് വിസിബിൾ ആയിട്ട് ഇപ്പോൾ ഈജിപ്തിനെതിരെയും അതോടൊപ്പം തന്നെ കേബോ വെർദെക്കെതിരെയൊക്കെ അർജന്റീന ഗോൾ അടിക്കുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഗോൾ വരുന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് രണ്ടിലൊന്നും ഒതുങ്ങേണ്ടതായിരുന്നില്ല എന്ന് തോന്നുന്നു. തിരിച്ചൊരു കൗണ്ടർ പോലും വന്നില്ല എന്നുള്ളത് അതാണ്. കാരണം ഈ ആന്റണി ഗോർഡനൊക്കെ ഏറ്റവും ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ സബ് ചെയ്തിട്ട് ഡിഫൻസിൽ ഇത്രയും ആളുകളെ കൊണ്ട് നിറച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ആ കളിച്ച രീതിയിൽ അതേ ശൈലിയിൽ കളിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജന്റീന ജയിക്കില്ലെന്നല്ല, അർജന്റീനയ്ക്ക് ഇത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ